സൂക്ഷിച്ച് നല്ല മനുഷ്യരെ നല്ല മുത്തഖീങ്ങളായി ജീവിച്ചു വരിക. എല്ലാവരും പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വയം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ പൊരുത്തപ്പെടുന്ന ജീവിതം നയിച്ച് മുത്തഖിയായ അവന്റെ സന്നിധിയിലെത്താൻ തുടങ്ങുന്നതായിട്ട് ഇത്ര വർഷം 1447 ദുൽഖഅദ് 20 ദുൽഖഅദ് ഹജ്ജ് എന്ന് പറയുന്ന മാസങ്ങളൊക്കെ വിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാസങ്ങളാണ്. വിശുദ്ധമായ ഹജ്ജിന്റെ ബന്ധത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകളൊക്കെ അവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം ലോകം കടന്നു. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ വിളംബരം, ആ വിളംബരത്തിന് ഉത്തരമായി കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നടക്കമുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും രാജ്യത്തു നിന്നും അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും പരലോകമോക്ഷവും ലക്ഷ്യമിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ കഅബാലയത്തെ ലക്ഷ്യമിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം, അതിന്റെ ചടങ്ങുകളിൽ പ്രധാനമായി നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, അതുപോലെ ഹാജറ ബീവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രഥമമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹജ്ജിന്റെ പശ്ചാത്തലവും എന്റെ ചരിത്രവുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിൽ ദിനേന നിരവധി തവണ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചത് ഖലീലുല്ലാഹ്. ഖലീലുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന്റെ ഒരു ആഴമത്തിലാണ് അള്ളാഹുവിന്റെ സുഹൃത്ത്, അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലാക്കാൻ. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ മില്ലത്തിൽ അനുധാവനം ചെയ്യാനാണ് നമ്മളോടൊക്കെ സുധാ ഖുർആനിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ മില്ലത്തെ അനുധാവനം ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു സവിശേഷത, അദ്ദേഹം ലോകത്ത് ഇന്ന് നിലവിലുള്ള സെമിറ്റിക് മതങ്ങൾ, ആ മതങ്ങളുടെയൊക്കെ പ്രഭവ കേന്ദ്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് എന്ന് പരാമർശിക്കുന്നു. അല്ലെങ്കിൽ
എല്ലാ മതക്കാരുടെയും പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. യഹൂദികൾ അത് പറയാറുണ്ട്, ക്രിസ്ത്യാനികളും അത് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് പിന്നീട് അവർ മാറിപ്പോയതാണ്. ആ മില്ലത്ത് പരിപൂർണമായി ഉൾക്കൊള്ളുന്നതാകാം. ഇബ്രാഹിം ഹനീഫായി മുസ്ലിമായി ഇബ്രാഹിമിന്റെ മില്ലത്തെ അനുധാപനം ചെയ്യുന്നവർ. അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചാണ് വിശുദ്ധപ്രധാനം. ഇങ്ങനെ അവർ പറയാൻ ഒരു കാരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിലൂടെ 2 സന്താനങ്ങൾ, ഇസ്മായിൽ, ഇസ്ഹാഖ്, ആ 2 സന്താനങ്ങളിലൂടെ 2 താഴ്വരകൾ, 2 സമൂഹങ്ങൾ രൂപപ്പെട്ടു വരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2ാമത്തെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം നിന്റെ പുത്രനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ എന്നൊരു പേര്. പിന്നീട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഇസ്രായേലുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ജനതയാണ്. ഫലസ്തീൻ, ഈജിപ്ത് തുടങ്ങിയ നാടുകളും അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്ന ആരാധനാലയം കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു സമൂഹം. അവർ പിന്നീട് കുറെ ആളുകൾ ജൂതന്മാരായി മാറിപ്പോയി, കുറച്ച് ആളുകൾ ക്രൈസ്തവരായി മാറിപ്പോയി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഇസ്ഹാഖിലൂടെ ഒരു നാഗരികത, ഒരു ജനസമൂഹം രൂപപ്പെട്ടു. മറ്റൊരു ജനസമൂഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ അറിയുന്നല്ലോ. അപ്പോഴാണ് അതിന്റെ ഒരു ചൈതന്യം നമുക്ക് കൊടുക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളിലൂടെയാണ് ഇന്നത്തെ അറബികൾ രൂപപ്പെട്ടു. അങ്ങനെ 2 സമൂഹം, 2 നാഗരികത ഇവിടെ രൂപപ്പെട്ടു വരുന്നു. ഈ 2 സമൂഹത്തിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ പിന്നീട് ജൂതരും ക്രൈസ്തവരും ഒക്കെ ആയി കുറെ ആളുകളൊക്കെ മാറിപ്പോയപ്പോൾ വ്യതിചലനം സംഭവിച്ചു. പക്ഷെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അറബികളിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതാണ്. ആ സന്താന പരമ്പരയിൽ നിന്നാണ് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളിലൂടെ വന്ന ഒരു സമൂഹം രൂപപ്പെട്ടതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത് ഇറാഖിലാണ്. ഇന്നത്തെ ഇറാഖിൽ സൂഖ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏതാണ്ട് 55 വയസ്സും അങ്ങനെ പറയപ്പെട്ടു. അന്നത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറ ബീവിക്ക് 75 വയസ്സും പ്രായമുള്ളപ്പോൾ അവരുടെ സന്താനത്തെ ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സാറ ബീവിയുടെ സമ്മതത്തോടു കൂടി തന്നെ അവർ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹാജറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ 2ാം ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ ആ ഹാജറയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നിരന്തരമായ പ്രാർത്ഥന. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് ഒരു സത്വർത്തനായ സന്താനത്തെ നൽകണമെന്നാണ്. ഒരു മോനെ നൽകണമേ എന്നല്ല പറഞ്ഞത്. ആ പരാമർശം നമ്മളൊക്കെ വിലയിരുത്തുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവുന്നതാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഒരു മക്കൾ ഉണ്ടാകണമെന്നാണ്. മക്കളില്ലാത്തവർ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, വേറെ പ്രാർത്ഥിക്കാനും പാടില്ല. അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുമാണ് എന്ന്
പറയുന്നതിനേക്കാളും നല്ല മക്കളെ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കൊണ്ട്, ആ പ്രാർത്ഥനയിലൂടെ ആരംഭിക്കണം നമ്മുടെ മക്കളുടെ സക്വത്തമായ ജീവിതത്തിന്റെ നമ്മുടെ ആഗ്രഹവും താല്പര്യവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അച്ഛനെ സദ്വൃത്തനായ ഒരു മോനെ, ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ എന്നാണ്. അങ്ങനെയാണ് ഹാജറയിൽ പ്രായമായിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഹാജറ ബീവിയുമായിട്ട് 12 സന്താനം ഉണ്ടായി എന്നുള്ളത് ഒരു അത്ഭുതമൊന്നുമല്ല. അതൊക്കെ ഇന്നും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വാർത്താമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തൊക്കെ കാണാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഭാഗമായി ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഹലീം സഹനശീലനായ ഒരു സന്താനത്തെ കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു. അതിന് ഇസ്മായിൽ ഹാജറയിലൂടെ വരും, ജനിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലാഹുവിന്റെ കൽപ്പന ഈ മകനെയും ഉമ്മയെയും ഹാജറയെയും കൂട്ടി പോകാനാണ്. ഇങ്ങനെ കാനാൻ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് വടക്കോട്ട് അന്ന് ഏതാണ്ട് 40 ദിവസത്തോളം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടാണ് ഇന്നത്തെ മക്ക എന്നറിയപ്പെടുന്ന അന്നത്തെ ബക്കയിൽ എത്തിച്ചേർന്നത്. ഈ മൂന്നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഭാര്യ ഹാജറ, കൊച്ചു പൈതൽ ഇസ്മായിൽ, കാലിട്ടടിക്കുന്ന പ്രായം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിലിനെയും ഹാജറയെയും അവിടെ ആക്കിക്കൊണ്ട് തിരിച്ചു പോവുക ചെയ്തു. തിരിച്ചു പോരുമ്പോ നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു യാദൃശ്യമായ സംഭവത്തിന്റെ ഭാഗമാണ്. അതൊരു നാഗരികതയുടെ ആരംഭമാണ്. ഒരു സമൂഹത്തിന്റെ, ഒരു വലിയ ആദർശത്തിന്റെ പോലും അസ്ഥിവാരമിടുന്ന ഒരു പ്രവർത്തനമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പോകുന്ന പിന്നീട് നമുക്കൊക്കെ മനസ്സിലാക്കിയതുപോലെ, നമ്മളൊക്കെ എത്രയോ കേട്ടതുപോലെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ അന്ന് ജനവാസമില്ല, ഒരു നൂല് വെള്ളമില്ല, ജീവന്റെ ഒരു അംശവും അവിടെ ഇല്ല. മലകളാൽ ചുറ്റപ്പെട്ട, ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാം, മലകളാൽ ചുറ്റപ്പെട്ട അതിന്റെ താഴ്വരയിൽ, ആ മരുഭൂമിയിൽ ഇപ്പം വീടി കെട്ടിടങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഒക്കെയായി അത് വികസിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ വികാസത്തിന്റെ, ആ പുരോഗതിയുടെ പിന്നില് അതിന്റെ ആരംഭം ഈ കുഞ്ഞായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് വെള്ളം കുടിക്കാതെ, വെള്ളം കിട്ടാതെ ദാഹിച്ച് പരവശയായ അവസ്ഥയിൽ ഹാജറ ബീവിയുടെ നിരന്തരമായ തേട്ടത്തിന്റെയും കൂടി ഭാഗമായിക്കൊണ്ട് ആ കാലിട്ടടിച്ച ആ പ്രദേശത്ത് ഒരു നീരുറവ പൊട്ടിയൊഴുകിയതാണ് സംസം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ആ അനുഗ്രഹീതമായ തീർത്ഥജലം. അങ്ങനെയാണ് ആ മരുപ്രദേശത്ത് മലകളാൽ ചുറ്റപ്പെട്ട, ജനവാസമില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഒന്നും തന്നെ അവിടെ കാണാത്ത, ഒരാസ്ഥാനം അവിടെ കാണാത്ത ആ പ്രദേശത്ത് അവിടെ ഒരു നീരുറവ പൊട്ടിയൊഴുകിയപ്പോൾ അത് തേടി വന്ന പക്ഷിപ്പറവകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കാരണം സ്വാഭാവികമായും വെള്ളമുള്ള ചിലതുണ്ടാകും. ആ പക്ഷിപ്പറവകൾ പറക്കുന്നത് കണ്ട് തന്നെ കാഫിലക്കൂട്ടങ്ങൾ അവിടേക്ക് വരികയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിലും അവിടെ ജലം, വെള്ളത്തിന്റെ ഒരു ലഭ്യത അവിടെ നമുക്ക് മണത്തറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി കാഫിലക്കൂട്ടങ്ങൾ അങ്ങോട്ട് പോകുകയാണ്. കച്ചവടക്കാരൊക്കെ, യാത്രക്കാരൊക്കെ കുറച്ചാൾ താമസിക്കുന്നു, കുറച്ചാൾ പോകുന്നു, വെള്ളമൊക്കെ കുടിക്കുന്നു, കുറച്ചാൾ താമസിക്കുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ മക്കയുടെ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ആ അറബി സമൂഹത്തിന്റെ അസ്ഥിവാരം വരുന്നത്. അവിടെ നിന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനാകുന്നത്. ആ സന്താന പരമ്പരകളിലൂടെ, അബ്ദുൽ മുത്തലിബിലൂടെ, അബ്ദുള്ളയിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സമൂഹത്തിന്, ആ മറ്റൊരു സമൂഹത്തിന് അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ അസ്ഥിവാരപ്പെടുന്നു. ആളുകൾ അവിടെ വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം
പോയി പിന്നീട് വന്നു. ആ കുഞ്ഞു കുറച്ച് വലുതായപ്പോൾ, തന്റെ കൂടെ പ്രയത്നിക്കുവാനുള്ള പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആജ്ഞ, ഇബ്രാഹിമും ഇസ്മായിലും കൂടി കഅബയുടെ അടിത്തറ പടുത്തുയർത്തിയ സന്ദർഭം. ഇന്ന് കാണുന്ന ആ കഅബാലയത്തിന്റെ ആ കെട്ടിടത്തിന്റെ തുടക്കം പിന്നീട് വരുന്നതാണ്. അതിന്റെ അടിത്തറ പടുത്തുയർത്തി എന്നാണ് പറയുന്നത്. അതിന് മുന്നേ അതിന്റെ ചരിത്രമുണ്ട് എന്നത് മറ്റൊരു വസ്തു. ആ കഅബാലയം അതിനെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. നിശ്ചയമായും ലോകത്ത് ആദ്യമായി ലോകക്കാകെ മാർഗദർശനമായി അനുഗ്രഹീതമായി നിർമ്മിക്കപ്പെട്ടത് ആ മക്കയിലുള്ള, അഥവാ ഇന്നത്തെ മക്കയിലുള്ള കഅബാലയമാണ്. അതാണ് ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടത്. അതാണ് ഇബ്രാഹിമും ഇസ്മായിലും കൂടി ഇബ്രാഹിം ആ അടിത്തറയിൽ നിന്ന് പടുത്തുയർത്തിയ എന്നിട്ട് അല്ല പറയുക, ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. അത് കേവലം ഒരു കെട്ടിടമല്ല, കേവലം ഒരു പള്ളിയല്ല, ഒരു മന്ദിരമല്ല. മറ്റ് ഫീഹി ആയാതുൻ ബയ്യിനാതുൻ, അതിന് വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശിഷ്യ മഖാമു ഇബ്രാഹിം ഉണ്ട്. ആ കെട്ടിടം പടുത്തുയർത്തുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിൽക്കാൻ ഉപയോഗിച്ച കല്ല് പിന്നീട് പുണ്യകരമാക്കി മാറ്റപ്പെടുകയും ആ കഅബ തവാഫ് ചെയ്യുന്നവരൊക്കെയും മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെടുകയും ചെയ്യാം. ഈ ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹിം വളരെ പവിത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയുമോ? തുടർന്ന് അല്ലാഹു പറയുക, വമൻ ദഖലഹു കാന ആമിന. സഹോദരന്മാരെ, അടിവരായിട്ട് നമ്മൾ മനസ്സിലാക്കണം, വമൻ ദഖലഹു കാന ആമിന. അവിടെ ആര് പ്രവേശിച്ചോ നിർഭയരായി. ആ ഗേഹത്തിന്റെ, ആ മന്ദിരത്തിന്റെ, ആ മസ്ജിദിന്റെ, ആ കഅബാലയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് സമാധാനത്തിന്റെ ഗേഹമാണ്, അനാക്രമണത്തിന്റെ പരിസരമാണ്, ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്വാസ്ഥ്യത്തിന്റെ, നിർഭയത്വത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഗേഹമാണ്. ലോകത്ത് അങ്ങനെ ഒരു ഗേഹമുണ്ട്. ലോകത്ത് അങ്ങനെ ഒരു സ്ഥലം പറയത്തില്ല. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ആ ഗേഹത്തിൽ അന്ന് മുതൽ ഇന്നോളം ഇന്ന് നമുക്കവിടെ കയറി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. ആ കഅബാലയത്തിന്റെ ദർശനത്തിന്റെ സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ശാന്തിയുടെ, സമാധാനത്തിന്റെ, അനുഭൂതിയുടെ ഒരു ആസ്വാദനമുണ്ട്. ആ കഅബാലയം എത്ര മാത്രമാണ്. അത് കേവലം ഒരു മന്ദിരത്തിന്റെ മാത്രം പ്രസ്താവനയല്ല. ആ മന്ദിരത്തിലൂടെ ഉത്ഭൂതമായ തൗഹീദിന്റെ വിളംബരമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ആദർശം കുറ്റക്കൊലിയന്മാരാൽ ഇന്നും മനുഷ്യന്റെ സ്വാസ്ഥ്യം കെടുത്തിക്കളയുന്ന മതമാനകാല സാമൂഹിക ക്രമത്തിലും നമുക്ക് പറയാനുള്ളത്, ഈ യുദ്ധങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ, നിരപരാധികളായ ആളുകൾ ബോംബിട്ടും മിസൈലിട്ടും തകർക്കപ്പെടുമ്പോൾ, ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ എല്ലാ സ്വസ്ഥതയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊക്കെയും നമുക്ക് പറയാനുള്ളത്, ഈ കഅബാലയം എന്നൊരു സന്ദേശമാണോ ലോകത്തോട് പറയുന്നത്? ആ സന്ദേശമായ ഒരു ആദർശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അൽ ഇസ്ലാം, സമാധാനം. ഈ മതവും ഈ മതത്തിന്റെ ആളുകളും സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നശിപ്പിക്കുകയാണെന്ന് വർത്തമാനകാല പുതിയ അനുഭവക്രമം. കഅബാലയത്തിന്റെ സവിശേഷതയിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത് വമൻ ദഖലഹു കാന ആമിന എന്നാണ്. നമ്മൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകണം, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. നമ്മൾ
നിർഭയത്വത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ദേഹമാണ് എന്ന് ലോകത്തോട് ഇന്നും പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ആ ഖുർആൻ ഉൾക്കൊണ്ട ഒരു ജനതയുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിലൂടെ, ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ആ ഗേഹത്തിലേക്ക് പോകാൻ കഴിവുള്ളവരെ സത്യവിശ്വാസികളായ മുഴുവൻ ജനങ്ങളോട് പറയുക, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അവിടെ പോകാൻ കഴിവുള്ള ആളുകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ് അവിടെ സന്ദർശിച്ച് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നത്. ആ ഹജ്ജ് കർമ്മമാണ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ കഅബാലയത്തിന്റെ അടിത്തറ പടുത്തുയർത്തിയ നാൾ മുതൽ ലോകത്തോട് അല്ലാഹു പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വഅത്തിം ഫിന്നാസി ബിൽ ഹജ്ജ്. കഅബാലയം പടുത്തുയർത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് സ്വീകരിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഇബ്രാഹിം വഅത്തിം ഫിന്നാസി ബിൽ ഹജ്ജ്. ഈ ഗേഹത്തിലേക്ക് തീർത്ഥാടനം നടത്താൻ പ്രഖ്യാപിക്കണമെന്ന് ആളുകളോട്, ജനങ്ങളോട് ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യുവാൻ പ്രഖ്യാപിക്കണം. നബി അലൈഹിസ്സലാം സംശയാലുവാൻ, ഞാനിവിടെ നിന്ന് ഇത് പറഞ്ഞാൽ ലോകത്ത് കേൾക്കുമോ? ലോകം കേൾക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നീ പ്രഖ്യാപിക്കോ, അത് കേൾപ്പിക്കേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നും കേൾപ്പിക്കുകയാ, നമ്മുടെ കർമ്മപടങ്ങളിൽ വന്ന് അടിക്കുകയാ. നീ പറഞ്ഞോ, ഒരു വന്നോളും കാൽനടക്കാരായി അവർ വന്നുകൊള്ളും. അതുപോലെ തന്നെ വിദൂരസ്ഥമായ സ്ഥലങ്ങളിൽ നിന്ന് മലമ്പാതകൾ താണ്ടി വെളിഞ്ഞെട്ടിയ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇബ്രാഹിം നീ പ്രഖ്യാപിക്കുക, ആ പ്രഖ്യാപനം 4000 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളുടെ കർമ്മകുടങ്ങളിൽ വന്ന് അടിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലബ്ബൈക ലാ ശരീക ലക. നമ്മുടെ നാടുകളിൽ നിന്നും ഈ തൽബിയെ തുരുവിട്ടുകൊണ്ട് സത്യവിശ്വാസികൾ നിന്റെ ആ പ്രഖ്യാപനം, നിന്റെ ഖലീലായ ഇബ്രാഹിം എന്ന് നടത്തിയ പ്രഖ്യാപനം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ എത്തിയിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക. എന്നിട്ട് അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ലാ ശരീക ലക ആണ്. ലാ ശരീക ലക, ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷോപലക്ഷം ഹാജിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല. ഇസ്ലാമിന്റെ അടിത്തറയുടെ വിളംബരമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരു ദൈവമില്ല, മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ശക്തിയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, അവൻ ഏകന, ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരനുമില്ല. ആ ഏകനായ അല്ലാഹു, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നമ്മളൊക്കെ ഒരൊറ്റ മനുഷ്യൻ. കുല്ലുക്കും മിൻ ആദം വആദമും മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്ന്, ആദം മണ്ണിൽ നിന്നും. എന്നിട്ടോ അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് ഒരൊറ്റ ഇലാഹ്, ഒരൊറ്റ ഇലാഹ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവം, ഒരു ആദർശം, ഒരു നാഗരികത, ഒരു ദർശനം, അങ്ങനെ മനുഷ്യന്മാരൊക്കെ ഒന്നായി കാണുന്ന മഹത്തായ തൗഹീദിന്റെ ആ ആദർശത്തിന്റെ വിളംബരമാണ് അവിടെ നടത്തുന്നത്. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊന്നും പങ്കില്ല,
ഇന്നൽ ഹംദ വിഷയമായും സ്തുതിക്കുന്നു. ഇന്നൽ ഹംദ വന്യമത എല്ലാ അനുഗ്രഹങ്ങളും ലക്കവൽ മുൽക്ക് നിനക്കാണ് രാജാധികാരം മുഴുവൻ. ഈ കാണുന്ന ഈ സാങ്കല്പിക രാജാധിപത്യങ്ങളൊക്കെയും തകർന്നടിയുന്നതാണ്. ആത്യന്തികമായി നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ രാജാധികാരമാണ്. അത് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ അല്ലാഹു തീരുമാനിച്ചന്ന് മുതൽ ഇന്ന് വരെ തുടരുകയാണ്. അത് അനുശ്ചിതം തുടരുകയാണ്. നമ്മളൊക്കെ ഇവിടെ അങ്ങ് മരിച്ചു പോകും. നാളെ പരലോകത്തെത്തിയാലും മാലിക്കുകയോ വിധിയോ അവിടെയും രാജാധികാരം അള്ളയാണ്. വീണ്ടും ആവർത്തിച്ച് പറയണമെന്ന് വിശ്വാസികളോട് പറയുമോ? നിനക്കൊരു പങ്കുകാരമില്ല എന്ന പ്രഖ്യാപനം, ഇസ്ലാമിന്റെ ആദർശത്തിന്റെ അടിത്തറയുടെ പ്രഖ്യാപനം. ആ ആദർശത്തിന്റെ അടിത്തറയുടെ പ്രഖ്യാപനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം സത്യവിശ്വാസികൾ ഇന്ന് ഉച്ചരിച്ചതും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഹ്റാമിലേക്ക് അവർ പ്രവേശിച്ചിടം മുതൽ കഅബാലയം തവാഫ് ചെയ്യുന്ന സന്ദർഭം വരെ അവരൊരുവരികയാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഈ പ്രഖ്യാപനവുമായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ നമുക്കൊക്കെ ഒരു സമാധാനം നൽകുന്നുണ്ട്. അവരൊക്കെയും ഇന്ന് ആ സമാധാനത്തിന്റെ സന്ദേശം ദേഹത്തിലേക്ക് പോയി ഏറ്റവും വലിയ സമാധാനത്തിന്റെ സന്ദേശമായ തൗഹീദിന്റെ അടിത്തറയായ ആദർശത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ, നമ്മുടെ നാട്ടിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ പോകുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ വചനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ പോകാൻ കഴിയാത്ത, ഇതുവരെയും പോകാൻ കഴിയാതെ ജീവിക്കുന്ന, അതിനൊരു ഉത്കടമായ ആഗ്രഹം വെച്ച് പുലർത്തുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം തന്നെ അവർക്ക് പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന നമ്മുടെ നാഥനായ റബ്ബായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വയം ഓർക്കുകയാണ്. ഹജ്ജിനു വേണ്ടി നേരത്തെ ഒരുങ്ങണം എന്നുള്ളത് അതിന്റെ അപേക്ഷകൾ കൊടുക്കേണ്ട സന്ദർഭത്തിൽ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കർമ്മത്തിന് വേണ്ടി കൂടി നമ്മൾ നേരത്തെ ഒരുങ്ങേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം. ആ ബലികർമ്മം നിർവഹിക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ്, കിടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നീട് വന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കൂട്ടി കൊണ്ടുപോയി പറഞ്ഞൊരു വർത്തമാനം അല്ലാഹു ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ് ഇബ്രാഹിമിനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറ്റുപോറ്റ് കിട്ടിയ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച സന്താനത്തെ അല്ലാഹുവിന്റെ വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുവിന് വേണ്ടി വിജയിക്കാൻ തയ്യാറാണ്. പരീക്ഷ മനുഷ്യബലിയെ പ്രോത്സാഹിപ്പിക്കുകയോ പരീക്ഷണം. ആ പരീക്ഷണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ ആ പരീക്ഷണം ഇബ്രാഹിം അലൈഹി സ്വലാം വിജയിച്ചു. അദ്ദേഹം തയ്യാറായി. പക്ഷെ അവിടെ പകരം ഒരാടിനെ കൊടുത്തുകൊണ്ട് അതിനെ അറുക്കാൻ വേണ്ടി കെട്ടു. അല്ലാഹു ആ പരീക്ഷണത്തിൽ വിജയിച്ച സന്തോഷം ഭർത്താവിനെ വിളിച്ചു. അതുപോലെ ഇതുവരെ ഹജിമാർ അവിടെ വെച്ചു, മിനായിൽ വെച്ചു, ലോകത്തുള്ള വിശ്വാസികൾ മുഴുവൻ അവരുടെ പ്രദേശങ്ങളിൽ വെച്ചു അതിനെ അനുസ്മരിച്ചു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെ ബലിയേൽക്കാൻ തയ്യാറാണ് എന്ന ഒരു മാനസികാവസ്ഥ വെച്ചു ഏറ്റവും നല്ല ആൾക്കാരികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ബലിയത്തറക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറാകേണ്ടത് നമ്മളും അതിൽ ഭാഗമാകേണ്ടത്. മൻ വജദ ശാത്തൻ കഴിവുണ്ടായിട്ടും ബലിയത്ത് ഇറക്കാത്ത
നമ്മുടെ ഈ മുസ്ലിം വരണ്ടാണ്. ഇത്രയും ഗൗരവം അതിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അതിന് നേരത്തെ ഒരുങ്ങണം. നമ്മൾ എന്നെ പറയുന്നത് പിന്നാക്ക തലേ ഉദയ തർക്കണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഹജ്ജിന് ഇപ്പം പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. അതുപോലെ ഉദയത്തും നേരത്തെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് നല്ല ഋതുക്കളെ, നല്ല നൽകാനികളെ നാല് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കുറവുകൾ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന്, അതൊരു അന്ധത ബാധിച്ചതാണ്, മൊത്തത്തിലുള്ളവരായിരുന്നു. അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയതാകരുത്. ഈ 4 നിബന്ധനകൾ പാലിക്കുന്ന നല്ല ആൾക്കാരാണ്. ആടാവുമ്പോൾ നമുക്ക് സ്വന്തമായി നോക്കാം, ഒരാൾക്ക് ഒരാടിനെ. ഇനി ആട് അല്ലാത്ത ഉരുക്കളെയാണ് നമ്മൾ ആക്കുന്നതെങ്കിൽ അതിന് 7 ആടുകൾ ഒരു ലക്ഷങ്ങളും അത് നിർവഹിക്കണമെന്ന് നമ്മുടെ ഈ മഹല്ലുമായി സംവിധാനമുണ്ട്. നന്നായിട്ട് കൂട്ടമായിട്ടും ചെയ്യാം, ഒറ്റക്കും ചെയ്യാം. ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഇറക്കാം. ഇനി അതെല്ലാം കൂട്ടമായി ചെയ്യുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഈ മഹല്ലിൽ അങ്ങനെ ഒരു ഒരുക്കമുണ്ട്. അതിനു വേണ്ടിയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ പരമാവധി നിർവഹിക്കണം എന്നുകൂടി സത്യം ഓർമ്മിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥമായ സത്യവിശ്വാസികളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.